Students, today we are going to discuss about protoplasm and cytoplasm and also the cell organelles. Okay, first we are start with the protoplasm and cytoplasm. All substances inside the cell membrane constitute the protoplasm. സെൽ മെംബ്രെയിനുള്ളിലുള്ള അതായത് കോശത്തിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ കമ്പോണൻസിനെയും കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. അതായത് നമുക്ക് ഇവിടേക്ക് വരാം. വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിനെ മൊത്തമായിട്ട് നമ്മൾ പറയുന്നതാണ് പ്രോട്ടോപ്ലാസം. സെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂട്ടിനെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം, പ്രോട്ടോപ്ലാസം എന്ന് പറയാം. എന്നാൽ ന്യൂക്ലിയസ് ഒഴിച്ചുള്ള ഈ ന്യൂക്ലിയസ് ഇല്ലേ, അത് ഒഴിച്ചുള്ള ഈ ബാക്കിയുള്ള ഈ ഭാഗത്തിനെ മാത്രം എന്ത് പറയാം, സൈറ്റോപ്ലാസം എന്ന് പറയാം. ഓക്കെ, all factors required for life activities are present in the cytoplasm. എല്ലാ ലൈഫ് ആക്ടിവിറ്റീസിനും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ട്, സൈറ്റോപ്ലാസത്തിലുണ്ട്. സെൽ ഓർഗനൽസ് ആർ ദ സ്പെസിഫിക് പാർട്സ് സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ടു പെർഫോം ഫിസിയോളജിക്കൽ ഫങ്ഷൻ. എല്ലാ ഫങ്ഷൻസും ചെയ്യാനായിട്ടുള്ള സ്പെസിഫിക് പാർട്സ് കാണാം ഈ സെല്ലിൻ്റെ ഉള്ളിൽ. നമുക്ക് നോക്കാം, സെല്ലിൻ്റെ ഉള്ളിൽ കുറേ പാർട്സുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ, അതേ കണ്ടോ. ലെറ്റ്സ് സീ all these components. These components we called it as cell organelles. Cell organelles. Let's discuss one by one about these parts. First part is mitochondrion. Mitochondrion ഇവിടെ കാണിച്ചിട്ടുണ്ട്. Let's see. Powerhouse of the cell helps in the production and storage of energy. സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. Abundantly seen in the cells of liver, brain and muscles where energy requirement is high. ഏറ്റവും കൂടുതൽ എനർജി വേണ്ട അവയവങ്ങളായ ലിവറിലും ബ്രെയിനിലും മസിൽസിലുമാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, very important. Second one is endoplasmic reticulum. ഉണ്ടോ, എന്താന്ന് നോക്കാം. The passage in the cell conduction of materials inside the cell takes place through these organelles. സെല്ലിൻ്റെ പാസേജ് എന്നാണിത് അറിയപ്പെടുക. മെറ്റീരിയൽസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്, മെറ്റീരിയൽസൊക്കെ സെൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഇതിലൂടെയാണ്. ഓക്കെ, also known as the cytoskeleton as it provides firmness and shape to the cell. ഇത് സെല്ലിൻ്റെ സ്കെലിറ്റൻ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് അസ്ഥികൂടുള്ള പോലെ സെല്ലിൻ്റെ അസ്ഥികൂടാണിത്. അത് ഫേംനെസ്, അതിന് റിജിഡ്, അതിന് സ്ട്രെങ്ത്തും ഷേപ്പൊക്കെ നൽകുന്നു. സെല്ലിന് സ്ട്രെങ്ത്തും ഷേപ്പൊക്കെ നൽകുന്നു. ഓക്കെ, ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദ സെൽ. നെക്സ്റ്റ് വൺ ഈസ് റൈബോസോം ഓർ റിബോസോം. ഓക്കെ, സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. സെല്ലിലെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് ഇതിനുള്ളിൽ വെച്ചാണ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, സീൻ ഐദർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഓർ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. ഇത് ഒന്നില്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തും അറ്റാച്ച് ചെയ്തിട്ടും കാണാം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടും കാണാം. കണ്ടോ, ഇത് ഈ റൈബോസോം കണ്ടോ, ഇവിടെ ഇങ്ങനെ ഡോട്ട് പോലെ അറ്റാച്ച് ചെയ്തേക്കുന്ന എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തും. ഓക്കെ, റൈബോസോം. നെക്സ്റ്റ് പേജ്. ദെൻ വാക്യൂൾ അല്ലെങ്കിൽ വാക്വോൾ എന്നും പറയാം. അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഇതും സെൽസിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. അത് കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മെംബ്രെയിനെ പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. സ്റ്റോഴ്സ് വാട്ടർ, സോൾട്ട്സ്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. വെള്ളവും സോൾട്ട്, ഉപ്പ്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് മീൻസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പാർട്ടാണ് വാക്യൂൾ. ദെൻ ഗോൾജി കോംപ്ലെക്സ്.
Golgi complex collects secretions like enzymes, hormones, mucus, etc. in small vesicles. ഇത് ഈ ചെറിയ ചെറിയ വെസിക്കിൾസ് ഇവിടെ കണ്ടോ, ഇതിനുള്ളിൽ എന്താണ് എൻസൈംസും ഹോർമോൺസും മ്യൂക്കസൊക്കെ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്ത് വയ്ക്കുന്നു. സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ഗ്ലാൻഡുലാർ സെൽ. ഗ്ലാൻഡുലാർ സെൽസിലൊക്കെയാണിത് കൂടുതലായിട്ടും കാണുന്നത്. ഗ്ലാൻഡുലാർ സെൽസ് എന്താണെന്നൊക്കെ നമുക്ക് കൂടുതലും പഠിക്കാനുണ്ട്. അതായത് കണ്ണുനീര്, അതുപോലെ മൂക്കിൽ നിന്ന് വരുന്ന മ്യൂക്കസ്, അതൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലിനെ പറയുന്ന പേരാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന സെല്ലിനെ പറയുന്ന പേരാണ് ഗ്ലാൻഡുലാർ സെൽ. അപ്പം മൂക്കിലും കണ്ണിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട്, കണ്ണിൻ്റെ അവിടെയുള്ള സെല്ലിലൊക്കെ ആയിട്ടാണ് കൂടുതൽ കാണാം. ഓക്കെ. ദെൻ നമുക്ക് ടെക്സ്റ്റിൽ ഒരു ഇതുണ്ട്, അതിൽ ഈ ഒരു സെല്ല് തന്നിട്ടുണ്ട്, അതിൻ്റെ സെൽ ഓർഗനൽസ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് ഈ ഓരോ കോളത്തിലായിട്ട് എഴുതണം. അത് നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ വരച്ച് ഭംഗിയിൽ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എന്താണ് ഇപ്പുറത്തുണ്ട് അല്ലേ, എന്താണ് മൈറ്റോകോൺഡ്രിയ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓരോ 2 പോയിൻറ്റ്സ് വീതം നിങ്ങളിവിടെ എഴുതണം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൽ പറയുന്നത് ദർ ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റൂം മൊത്തമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു വലിയ മൈക്രോസ്കോപ്പാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് കുറച്ച് സ്പേസ് മാത്രം മതി അത് വെക്കാനായിട്ട്, പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഒരുപാട് സ്പേസ് വേണം. പിന്നെ വസ്തുക്കളെ 2000, നമുക്കൊരു ഒബ്ജക്റ്റിനെ 2000 ടൈംസ് വലിപ്പത്തിലാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണിക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 1,000,000 ടൈംസ് വലിപ്പത്തിൽ കാണാനായിട്ട്, സൈസ് 1,000,000 ടൈംസ് ഓർഡിനറി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനേക്കാളും 1,000,000 ടൈംസ് സൈസിൽ കാണാനായിട്ട് പറ്റും. ദെൻ തേർഡ് ഡിഫറൻസ് ഈസ് ദ ലൈറ്റ് സോഴ്സ്. നമുക്ക് സാധാരണ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് സോഴ്സ് ആയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ, ഇലക്ട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഒന്ന് വായിക്കണം. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന്. ടീച്ചർ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്, അതൊന്ന് ഹിസ്റ്ററി എന്നും പറഞ്ഞിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഓർഡിനറി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ. Students, next we are going to discuss about nucleus. ന്യൂക്ലിയസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. ന്യൂക്ലിയസിൻ്റെ പാർട്ടുകൾ നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂക്ലിയോലസ്. ദേ ആർ spherical bodies that play a major role in the synthesis of ribosomes. ഇവിടെ കാണുന്ന ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന സ്ഫെറിക്കൽ ബോഡിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ഇത് റൈബോസോംസ് സിന്തസൈസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ന്യൂക്ലിയർ പോർ. Nuclear pore are the pores seen in the nuclear membrane. They help in the conduction of materials to and from the nucleus. അപ്പോൾ ന്യൂക്ലിയസ് കാണുന്ന ഒരു കുറച്ച് ദ്വാരത്തെയാണ് പോഴ്സിനെയാണ് ന്യൂക്ലിയർ പോഴ്സ് എന്ന് പറയുന്നത്. ഇത് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ക്രോമാറ്റിൻ റെറ്റിക്കുലം. തേർഡ് വൺ ഈസ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. They are seen as a network in the nucleoplasm. They carry genes. ഒരു നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന, ത്രെഡ് പോലെ കാണപ്പെടുന്ന ഈ ഭാഗത്തെ പറയുന്ന പേരാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഇതിലാണ് ജീൻസ് ഉള്ളത്. ജനറ്റിക് മെറ്റീരിയലിനെയാണ് ജീൻസ് എന്ന് പറയുന്നത്. അതിനെ ക്യാരി ചെയ്യുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഫോർത്ത് വൺ ഈസ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ടുള്ള ഡബിൾ ലെയേർഡ് മെംബ്രെയിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയോപ്ലാസം. ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ ഹിയർ. ഫ്ലൂയിഡ് പോർഷനെ പറയുന്ന പേരാണ്, വാട്ടറി പോർഷനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം.
അതിലാണ് ക്രോമാറ്റിൻ റെട്ടിക്കുലവും ന്യൂക്ലിയോലസും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ ന്യൂക്ലിയസിൻ്റെ പാർട്ട് പെക്യുലാരിറ്റി എന്ന് പറഞ്ഞ 2 കോളംസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പാർട്സുകൾ എഴുതാം, ഇവിടെ അതിൻ്റെ പെക്യുലാരിറ്റി എഴുതാം. ഓക്കെ, നെക്സ്റ്റ് we are going to discuss about prokaryotes and eukaryotes. എന്താണ് prokaryotes, എന്താണ് eukaryotes? In the cells of bacteria, cyanobacteria and mycoplasma, no nucleus is seen. These organisms are called prokaryotes. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയ ജീവികളുടെ സെല്ലിൻ്റെ ഉള്ളിൽ എന്ത് കാണുന്നില്ല? ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത ഇത്തരം ജീവികളെ പറയുന്ന പേരാണ് പ്രോകാരിയോട്സ്. ബട്ട് in the cells of amoeba, animals and plants, a well-defined nucleus covered by membrane is seen. These organisms are called eukaryotes. പക്ഷേ അമീബ, പ്ലാന്റ്സ്, ആനിമൽസ് ഇതിൻ്റെയൊക്കെ സെല്ലിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ന്യൂക്ലിയസ് കാണാം. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ കവർ ചെയ്തിട്ട് ന്യൂക്ലിയസ് ഉള്ള ഇത്തരം ജീവികളെ, ന്യൂക്ലിയസ് ഉള്ള ജീവികളെ പറയുന്ന പേരാണ് യൂകാരിയോട്സ്. എന്താണ് പറയുക? യൂകാരിയോട്സ്. ഓക്കെ, പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.